ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നേരെയാണ് ചിലരെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മുടെ വീഡിയോ കാണുന്നവർ, നമ്മൾ പറയുന്നതിൽ കാമ്പുള്ളിൽ നിന്ന് വിശ്വസിക്കുന്നവർ, ഇവരിൽ ചിലരൊക്കെ ഇപ്പോൾ ഒന്ന് വിളിച്ചു ചോദിക്കുന്നത് ഇങ്ങനെയാണ്. അല്ല, ഒരു സംശയമുണ്ട്. ഈ അതിജീവിതയുടെ കേസുണ്ടല്ലോ, ഇപ്പോൾ സിദ്ദിഖിനെ സുപ്രീം കോടതി താൽക്കാലിക ജാമ്യത്തിൽ എന്നപോലെ വിട്ടിരിക്കുന്നു. 2 ആഴ്ച കാലത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി അറസ്റ്റ് ചെയ്താൽ തന്നെ മുൻകൂർ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് ഫ്രീ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ചോദ്യം ചെയ്യാൻ വിളിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പ് പോയിട്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് അങ്ങനെ സിദ്ദിഖിനെ കത്തുകൾ അയക്കുകയോ സിദ്ദിഖ് അവിടെ ചെല്ലുകയോ ചെയ്തിട്ടില്ല. ചെല്ലേണ്ടത് എറണാകുളത്തോ തിരുവനന്തപുരത്തോ ആണെന്ന് മാത്രം അറിയാം, പക്ഷെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെന്തുകൊണ്ടാണ്? അതോ മൊത്തത്തിൽ അങ്ങനെ വെറുതെ വിട്ടോ എന്ന് ചോദിക്കുന്നവർ കൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ? വിട്ടിട്ടൊന്നുമില്ല, പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നു. പക്ഷേ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അൻവർ പ്രശ്നമാണ് നടക്കുന്നത്. അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നമാണ് നടക്കുന്നത്. അൻവർ പല ഭാഗത്ത് യോഗം സംഘടിപ്പിക്കുന്നു. ആ യോഗത്തിലേക്ക് നിറയെ ആളുകൾ വരുന്നു. ഇപ്പോൾ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഈ വാർത്തകളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ അതിജീവിതയുടെ പ്രശ്നത്തിനും സിദ്ദിഖിൻ്റെ വാർത്തയ്ക്കും പ്രാധാന്യം കുറഞ്ഞതായിട്ടാണ് തോന്നിയത്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് പലരും ചോദിച്ച പോലെ തന്നെ നമ്മളും ചോദിച്ചിരുന്നു, എന്ത് പറ്റി? പോലീസുകാർക്ക് സിദ്ദിഖിന് വേണ്ടേ? അത് ഓൺ ദ ടോപ്പിൽ നിന്ന് മുഴുവനായും പറഞ്ഞോ, നിങ്ങൾ ഒരിക്കലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് പറഞ്ഞോ? കാര്യങ്ങളുടെ ഗതിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ കാരണമുണ്ട്, പറയാൻ കാരണമുണ്ട്. ഈ കൂട്ടത്തിൽ ഇടയ്ക്ക് ഇൻ്റർ കട്ട് പോലെ ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഇത്രയും ദിവസമായിട്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചോദ്യം ചെയ്യാൻ വിളിക്കുകയോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. മുൻപ് ഹൈക്കോടതി പറഞ്ഞിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. സുപ്രീം കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെൻറ് പോയത്. എന്നാൽ ഇതിനിടയിൽ ചില യൂട്യൂബേഴ്സിനെ, മാധ്യമപ്രവർത്തകരെ, വല്ല വാർത്തകൾ ആരെങ്കിലും പരാതി കൊടുക്കാൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ പോലും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ട് 1-2 പേരുണ്ട്. ചെകുത്താൻ വന്നിരിക്കുന്നു, നമ്മുടെ കൈ നന്ദകുമാർ വന്നിരിക്കുന്നു. ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജനം ചോദിക്കുന്നത് ഇവിടെ എത്ര തരം നിയമമുണ്ട് എന്നുള്ളതാണത്. നിയമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ഇവരിൽ ചിലരൊക്കെ കണ്ണിലെ കരടായിരിക്കുക മറ്റുള്ളവർക്ക് ആലോചിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടുമ്പോൾ, കാരണം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ കാരണം പറഞ്ഞ് അവരെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ, അതായത് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ടും അതിജീവിത പരാതി കൊടുത്തിട്ടും ചർച്ചകളുണ്ടായിട്ടും ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മന്ദഗതി എന്തുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെന്താ മനസ്സിലാക്കിയത്? അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റി പോരല്ലോ, നമുക്ക് കാര്യങ്ങൾ അറിയണ്ടേ. കാരണം മാധ്യമ പ്രവർത്തകരുടെ ലിസ്റ്റിൽ നമ്മളെല്ലാം പെട്ടുപോയല്ലോ. മാത്രമല്ല, നമ്മുടെ ആൾക്കാരുണ്ട്, നമ്മളത് കാത്തിരിക്കുന്ന, നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്ന, നമ്മൾ പറയുന്നത് കുറേ സത്യമാണ്, മുഴുവൻ ശരിയാവുന്നില്ല, സത്യമാണ്, നമ്മൾ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിച്ചിരുന്ന കുറേ പേര് നമുക്കുണ്ട്. അവരോട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാതെ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ നമ്മൾ എവിടെ പോയി അന്വേഷിക്കണം? അതിജീവിതയുടെ ഭാഗത്ത് അന്വേഷിക്കണം, സിദ്ദിഖിൻ്റെ ഭാഗത്ത് അന്വേഷിക്കണം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അന്വേഷിക്കണം, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷിക്കണം. പിന്നെ ഇവരുടെയൊക്കെ കിടന്ന് കളിക്കുന്ന ചില മധ്യവർത്തികളുണ്ട്, അവരെ അന്വേഷിക്കണം. പിന്നെന്താ, കോടതിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളും നമ്മുടെ ചുമലുണ്ട്. നമ്മൾ അതിൽ ചിലതൊക്കെ വെക്കുന്നു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്താ? വരട്ടെ, ഹാജരാവാൻ വരട്ടെ, സിദ്ദിഖിനെ കടലാസ് കൊടുക്കാൻ വരട്ടെ. കാരണം ഇങ്ങനെ സിദ്ദിഖിനെ വിളിച്ച് വരുത്തിയാൽ പോലീസിൻ്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളില്ലാതെ വന്നാൽ സിദ്ദിഖ് രക്ഷപ്പെടുമെന്നാണ് ഒരു യുവാവും പറയുന്നത്. അല്ലെങ്കിൽ തന്നെ സിദ്ദിഖ് രക്ഷപ്പെട്ട് നടക്കല്ലേ? സിദ്ദിഖ് ശരിക്ക് രക്ഷപ്പെട്ട് തന്നെയാണ് നടക്കുന്നത്. കാരണം എന്താ, ഇവിടെ മറ്റൊരാൾക്കും കിട്ടാത്ത ആനുകൂല്യങ്ങൾ സിദ്ദിഖിന് കിട്ടി. അതിനുള്ള ഭാഗ്യമുള്ളവർ സിദ്ദിഖിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. അതൊരു വലിയ കാര്യമല്ലേ? മാത്രമല്ല, സുപ്രീം കോടതി ഏറ്റവും വലിയ വക്കീൽമാരിൽ ഒരാളാണ് ഈ കേസ് വാദിച്ചതെന്ന് ആലോചിക്കണം. ചില വക്കീൽമാർ വാദിച്ച ഉറപ്പാണ്, അത് വിടാണ്ട് പറ്റില്ല.
ഇല്ലേ? അതുമാത്രമല്ല, അവിടെ ബാധിക്കുമ്പോൾ കേസ് ദുർബലപ്പെടുത്താവുന്ന രീതിയിലാണ്. നമ്മളൊക്കെ വിചാരിച്ചെന്താ, ഇവിടെ സംസ്ഥാന സർക്കാർ മറ്റൊക്കെ പോയിരിക്കുന്നത്, അതീവര ആൾക്കാരൊക്കെ പോയിരിക്കുന്നത് സിദ്ദിഖിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളുമായിട്ടാണ്. അങ്ങനെ അല്ല എന്നല്ലേ ഇപ്പോൾ മനസ്സിലായത്. അവിടെ നിന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തെടുക്കാറ് ഇത്രയും കാലം, ഈ കേസ് പഴയ കേസല്ലേ, തെളിവുകൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് വിട്ടിരിക്കുക. അപ്പോഴും ഫ്രീ ആയി നടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് തെളിവുകൾക്ക് ശക്തി കുറയണമെങ്കിൽ, എവിടെ ശക്തി കുറയണമെങ്കിൽ, സിദ്ദിഖിന് എതിരെയുള്ള തെളിവുകൾക്ക് ശക്തി കുറയണമെങ്കിൽ അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ കുറയ്ക്കണമെന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് ശക്തിയില്ലാതാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ കഴിയും? അതിജീവിതം സ്ട്രോങ് ആയിട്ട് നമ്മൾ ആലോചിക്കണം. വളരെ ബോൾഡായിട്ടാണ് ആ അതിജീവിതം നിൽക്കുന്ന ആലോചിക്കണം. തനിക്ക് സംഭവിച്ച ദിവസവും സമയവും ഹോട്ടലും ഭക്ഷണവും എല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. താൻ എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞില്ല, അതിനും വ്യക്തമായ കാരണം പറഞ്ഞു. ഈ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കുന്നവരുടെ മനസ്സ് പോലും ഇളക്കുന്ന രീതിയിൽ, അതായത് സിദ്ദിഖിനോട് ദേഷ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു വാർത്തകളാണ് നമ്മുടെ ഓരോരോ മനസ്സിലും ഉണ്ടാക്കി തീർക്കാൻ അതിജീവിതയ്ക്ക് കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ബുദ്ധി ഉപദേശിക്കില്ലോ, വക്കീലുമാർ ബുദ്ധി ഉപദേശിക്കും, എല്ലാവരും ബുദ്ധി ഉപദേശിക്കും. അപ്പോൾ കൂട്ടത്തിൽ എന്താ, അതിജീവിതയെ എന്തായാലും കീഴടക്കിയേ പറ്റൂ. ഇതങ്ങനെ എളുപ്പത്തിൽ ഊരിപ്പോരാൻ പറ്റാവുന്ന രീതിയിലല്ല ആ അതിജീവിതം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിജീവിതയെ മാറ്റിയെടുക്കണം, നമ്മുടെ വശത്താക്കണം, ഈ കേസ് നിർവീര്യമാക്കുന്ന രീതിയിലായിരിക്കണം എന്നൊരു അഭിപ്രായം ബുദ്ധി വന്നിട്ടുണ്ട് ഈ ഗ്രൂപ്പിനിടയിൽ. അപ്പോൾ ആര് പോകും? ആരെങ്കിലും പോയാൽ പോരാ, ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല, പണം മാത്രം ഓഫ് ചെയ്ത് ഇത് രണ്ടും പോയി കഴിഞ്ഞ് ഇന്നാ ഇത് രണ്ടും വേണം. ഇത് രണ്ടും വേണമെങ്കിൽ അതൊരു വളരെ കലാപരമായിട്ട് വേണമെന്നാണ് പറയുന്നത്. കലാപരമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? അതായത് ഈ അതിജീവിതമായി അടുത്ത ബന്ധമോ ഉള്ള ആരെങ്കിലും, ബന്ധുവാകാം, സുഹൃത്താകാം, മറ്റാരെങ്കിലും, അവർ മുഖാന്തരമെങ്കിലും ഇവരും കൂടി ഇടപെട്ടുകൊണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ, എന്തിനാ ഇനി ഇതിനൊക്കെ പോകുന്നു, ഇത്രയൊക്കെ ആയില്ലേ, ഇനി കേസിന് പോയി കുറേ വർഷങ്ങൾ പോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഉപദേശരൂപേണ അതിജീവിതയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന വ്യാഖ്യാന ഇപ്പുറത്ത് അതേ സമയത്ത് സിദ്ദിഖിന് ഗുണകരമായ രീതിയിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ സംഭാഷണം നടത്തി അതിജീവിതയെ ഒന്ന് അതിജീവിതയെ മയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിജീവിതയുടെ വീട്ടുകാരെ മയപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും മയപ്പെടുത്തി എന്ന് വായിക്കുന്നതിലും തെറ്റില്ല. അതിനൊരു രീതിയുണ്ട്. അതിന് കലാപരമായിട്ടെന്ന് പറയാം. നേരെ ചോദിട്ട് ഭീഷണിപ്പെടുത്തിട്ട് മനസ്സിലായി നോക്കണ്ടോ, അല്ലെങ്കിൽ ഇത് തട്ടും വെട്ടുന്നു പറയല്ല. അത് രീതിയുണ്ട്. അതായത് നമ്മൾ വിചാരിച്ച കാര്യത്തിലേക്ക് നമ്മൾ പറയില്ലേ, ഒരു ആപ്പിൾ തരുന്നു തിന്നാൻ, കഴിച്ചോ, ആപ്പിളാണ് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയും. നമ്മളെന്താ അത് ആപ്പിളാണെന്ന് വിചാരിച്ച് കഴിക്കും. പക്ഷേ അങ്ങനെ സ്വാദോടെ കഴിക്കുമ്പോഴാണ് ചുണ്ട് മുറിഞ്ഞല്ലോ, നോക്കിയെന്താ അതിലൊരു സൂചി വെച്ചിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആപ്പിളൊന്നും കഴിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ സൂചി കൊണ്ട് എന്ന പോലെയുള്ള തന്ത്രത്തിലേക്കാണ് അതിജീവിതയുടെ സമയത്തേക്ക് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതിജീവിത സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്ത് വില കൊടുത്തും അതിജീവിതയെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിദ്ദിഖ് കുറേ കൂടി സേഫായി എന്നുള്ളതാണ്. അങ്ങനെ കൂടി സേഫായി കഴിഞ്ഞാൽ ശരിക്കും നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പ് ഹാജരാവാം. അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അങ്ങനെ അതിജീവിത സമ്മതിക്കുമോ? ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ അതിജീവിത, തനിക്ക് ഉള്ള ഇത്രമാത്രം അനുഭവങ്ങൾ, അത് ക്രൂരമായ അനുഭവങ്ങൾ എണ്ണി പറഞ്ഞ അതിജീവിത അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ചോദിച്ചവരോട് തന്നെ വേറൊരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 7.5 വർഷമായി ഇവിടെ മറ്റു അതിജീവിയുടെ കേസ് അതായത് ചൂടപ്പം പോലെയുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 7.5 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞുകൊണ്ട് പൾസർ സുനി ഈ ജയിലിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ 7.5 വർഷക്കാലം ഇയാളുടെ കയ്യിൽ 5 പൈസ ഇല്ല എന്നറിയാം. അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ശമ്പളം എന്ന് പറയാൻ പറ്റുമോ, എന്തോ ഇത് കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പൈസയ്ക്ക് വെച്ചിട്ട് സുപ്രീം കോടതി വക്കീൽമാരെ കാണാനും പറ്റില്ല. അപ്പോൾ ആരോ അത് ആ പൾസറിൻ്റെ പുറയിലുണ്ട്. മാത്രം ഇവിടെ വന്ന സ്ഥിതെന്താ, ഇവിടെ സിനിമാക്കാർ ടോപ്പ് മോസ്റ്റ് നടീനടന്മാർ നടക്കുന്ന രീതിയിൽ പോഷ് കാറിൽ സഞ്ചരിക്കുന്നു പറഞ്ഞ് ഇതിനൊക്കെ പണം എവിടെ, വിട്ടുവീഴ്ച ചെയ്തിട്ടല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ആ ഇടയിൽ ഈ പാവപ്പെട്ട പാവപ്പെട്ട സാമ്പത്തികമായിട്ടല്ല, മാനസികമായിട്ട് കുറച്ച് തകർന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെയുള്ള അതിജീവിത
എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അതും വേണ്ടപ്പെട്ട ആൾക്കാർ കൂടി ഉപദേശിക്കുമ്പോൾ അങ്ങനെ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അത് കാത്തിരിക്കുകയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് എന്താ? അങ്ങനെ അതിജീവിത ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ്. പക്ഷേ അത്രയും കാലം ഈ പേരും പറഞ്ഞുകൊണ്ട് സിദ്ദിഖിനെ പുറത്ത് മേഞ്ഞ് നടക്കാം നെഞ്ച് വിരിച്ചുകൊണ്ട്.